ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇന്ദിര കാര്യങ്ങളൊക്കെ അനുപമ എടുത്ത് പറയാണ്. അതിനുശേഷം ഇന്ദിര ഫോൺ വെച്ചിട്ട് ഇനി കുറച്ച് നടക്കും, ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തോളും. ആ അനുപമ ഇന്ദിര എടുത്താണ് ശ്യാമലയുടെ ഒരു കളി എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി പോവാണ് ഇന്ദിര കേട്ടോ. അനുപമയാണെങ്കിൽ ഈശ്വര, പണികൾ ഒന്നിനു പുറകായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ശേഷം ബാത്റൂമിന്റെ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. ഓ, ഈ അഭി കുളി കഴിഞ്ഞ് ഇതുവരെ ഇറങ്ങിയില്ലേ? എത്ര നേരമായിരുന്നു കുളിച്ചോണ്ടിരിക്കുന്നത്. ഓ, ഇവളെ ഇനിയിപ്പോ അഭി ഇറങ്ങുമ്പോഴേക്കും അഞ്ജലി എങ്ങാനും വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഇനിയിപ്പോ അർജുന്റെ വിവാഹം കഴിഞ്ഞു എന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അഭി വീണ്ടും ഡിവോഴ്സിന് വേണ്ടി പോകുമോ? അഭി ഡിവോഴ്സിന് വേണ്ടി പോയില്ലെങ്കിലും ആ നന്ദിനി ആന്റി അഭിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭി കുളി കഴിഞ്ഞ് ഇറങ്ങും കേട്ടോ. എന്താ എന്ന് അഭി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. അഭി വേഗം കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഷർട്ടൊക്കെ ഇടുന്നുണ്ട്. അത് കാണുമ്പോൾ അനുപമ ചോദിക്കണ്ടേ, അല്ല അഭി പുറത്തെവിടെയെങ്കിലും പോകുവാണോ? നിനക്ക് എന്തൊക്കെ അറിയണം? പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അല്ല, ഞാൻ ഭക്ഷണം വേണമെങ്കിൽ എടുത്തു വെക്കാം. എന്തിന്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാതെ നാട്ടിലേക്കല്ല പോയത്. അല്ല, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, നിനക്ക് ഭയങ്കര സ്നേഹപ്രകടനവും പ്രണയവും ഒക്കെ തുളുമ്പുന്നുണ്ടല്ലോ. എന്താടി, എന്താ കള്ളത്തരം എന്ന് ചോദിക്കുമ്പോൾ അഭി ഒന്നുമില്ല, ഞാൻ വെറുതെ അഭിയെടുത്തൊരു കാര്യങ്ങൾ ചോദിക്കുന്നതേ ഉള്ളൂ. നീ ചോദിക്കാനും നിൽക്കണ്ട. ഞാനൊരു വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുക, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് അഭി കട്ടിലേക്ക് കയറി കിടന്ന് ഉറങ്ങുവാട്ടോ. അനുപമയാണെങ്കിൽ ഈശ്വര, അഞ്ജലി എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അനുപമ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലി അങ്ങനെ കോടതിയിലേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട് കുഞ്ഞപ്പൻ്റെ കൂടെ. അഞ്ജലി കുഞ്ഞപ്പനോട് കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേക്ക് ചോദിക്കേണ്ടല്ല, കുഞ്ഞപ്പ ഈ കച്ചേരിപ്പടി ജംഗ്ഷനിൽ കുഞ്ഞപ്പനെ അറിയാവുന്ന ഓട്ടോക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കൊള്ളാം, ഈ കുഞ്ഞപ്പനെ അറിയാത്ത ഓട്ടോക്കാരോ? എന്താ കൊച്ചു വക്കീലെ, കാര്യം പറ. അതെ, ഈ കച്ചേരിപ്പടി ജംഗ്ഷനിലെ നമുക്ക് ചെറിയ എന്തെങ്കിലും കടയായിട്ട് എന്തെങ്കിലും കിട്ടോ? എന്തിനാ? അത് അറിയാലോ കുഞ്ഞപ്പന, ഞാൻ കോടതിയിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുമ്പോൾ എൻ്റെ കേസ് ഫയൽസ് ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഓഫീസായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ രാഘവനുടെ വീട്ടിൽ കൊണ്ടിട്ട് ഇതൊന്നും വെക്കാൻ പറ്റില്ല, കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് കലക്കി. ഇത് നല്ലൊരു ഐഡിയ ആണ്, ഞാൻ എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. കൊച്ചു വക്കീലെ, ഉദ്ഘാടനം ചെയ്യാനുള്ള ഡേറ്റും സമയവും ഒക്കെ നോക്കി വെച്ചോളൂ. എന്തായാലും ഒരു കട, ഞാൻ അടിപൊളി കട തന്നെ കൊച്ചു വക്കീലിന് വേണ്ടി തയ്യാറാക്കിയിരിക്കും. അതാണ് സ്പിരിറ്റ് എന്ന് അഞ്ജലി പറയാണ്. ആ സമയത്താണ് നമ്മുടെ ജാസ്മിൻ പുറത്തു നിന്നിട്ട് ആർത്തേക്കോ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടേക്ക് രാഘവനുണ്ണിയും ഹരിയും ബാക്കിയുള്ള ജൂനിയർ വക്കീലും കൂടി നടന്നു വരുന്നുണ്ട് ദേഷ്യത്തില്. അത് കണ്ട് കുഞ്ഞപ്പൻ അഞ്ജലി എടുത്ത് പറയുന്നുണ്ട്, ദേ വരുന്നത് ആരാ നോക്കിക്കേ, അയാളുടെ വരവ് കണ്ട് ആരെയോ തൂക്കിക്കൊല്ലാൻ പോണ പോലെയാണല്ലോ വരവ് എന്നിങ്ങനെ പറയാട്ടോ അഞ്ജലി എടുത്ത്. അഞ്ജലി പറഞ്ഞു, അത് ശരിയാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ മാറുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കാട്ടോ. രാഘവനുണ്ണി നേരെ പോണ ജാസ്മിൻ്റെ അടുത്തേക്കാണ്. ജാസ്മിനെ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് ചോദിക്കണ്ട്, നീ എന്താടി ഞാനറിയാതെ കേസൊക്കെ എടുക്കാൻ തുടങ്ങിയോ? അയ്യോ ഇല്ല സർ. ആരാ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇല്ല സർ എന്ന് പറയുമ്പോഴേക്കും ഞാൻ അറിഞ്ഞു, നീയേ ആ കുടുംബക്കോടതിയുടെ മുമ്പിൽ നിൽക്കണ്ടായിരുന്നു. നാളുണ്ടോടി നിനക്ക് ഈ രാഘവനുണ്ണി അസോസിയേഷൻ്റെ കൂടെ നിന്നിട്ട് വെറും ഒരു ചീള കേസായിട്ടുള്ള ഈ ഡിവോഴ്സ് കേസിൻ്റെ പുറകിലൊക്കെ നടക്കാനായിട്ട്. ജാസ്മിൻ പറയുന്നുണ്ട്, സർ ഞാൻ ഒരു കേസും എടുത്തിട്ടില്ല. ആ ഡിവോഴ്സ് കേസിന് വേണ്ടി വന്ന ആ ഒരു പുള്ളിക്കാരൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള കാര്യങ്ങളും നിയമവശങ്ങളൊക്കെ അറിയാൻ വേണ്ടി എന്നെ ഒന്ന് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി സംസാരിച്ചതാണ് സർ, അല്ലാതെ വേറൊന്നുമല്ല. ഇത് കേട്ട് ഹരി പറയുന്നുണ്ട്, അയ്യോ സാറേ, രാഘവണ്ണി സാറേ, ഇവള് പറഞ്ഞതൊക്കെ പച്ചക്കള്ളുവാ, പിടിക്കപ്പെട്ടപ്പോൾ നുണ പറയാ ഇവള്. രാഘവനെ പറയണ്ട. അതെ അതെ, നീ നുണ പറയാ. എന്തായാലും രാഘവന്റെ അസോസിയേഷന് ഇനി നിന്നെ ആവശ്യമില്ല, ഗെറ്റ് ഔട്ട്. ഇനി നീ ഇവിടെ വേണ്ട. കുടുംബ കോടതിയിലെ വെറും ഒരു ചീള് ഡിവോഴ്സ് കേസും അങ്ങനത്തെ കേസുകളൊക്കെ എടുത്ത് അവിടെ എങ്ങാനും കഴിഞ്ഞു പോയിക്കോ. ഈ രാഘവന്റെ അസോസിയേഷന് ഇനി നിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രാഘവനെ അവിടെ നിന്ന് പോവാണ്. ജാസ്മിനെ വല്ലാതെ വിഷമം തോന്നും കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് അഞ്ജലി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി ചിരിച്ചുകൊണ്ട് കുഞ്ഞപ്പനൊന്ന് നോക്കുന്നുണ്ട്. കുഞ്ഞപ്പനും അഞ്ജലിനെ നോക്കാട്ടോ. ശേഷം രാഘവനുണ്ണിയും അതുപോലെ തന്നെ ഹരി വക്കീലും കൂടി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അർജുൻ അവിടേക്ക് ഓടിപ്പാനി വരുവാട്ടോ. അർജുനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് രാഘവൻ, നീ എന്താ ഇവിടെ? അത് ഞാൻ അത് CGMന്റെ ഒരു കേസിന് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അത് അപ്പുറത്തെ ബ്ലോക്ക് അല്ലേ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പുറത്താണല്ലേ, സോറി സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് പോവാണ്. അർജുൻ പോയി കഴിയുമ്പോഴേക്കും രാഘവനുണ്ണി പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇത് കേൾക്കുന്ന ഹരി പറയണ്ട, അതെ സർ, എന്തോ പന്തികേടുണ്ട്. കുറച്ചു മുമ്പ് അനുപമ എന്നെ വിളിച്ചിരുന്നു, അഞ്ജലി കോടതിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഈ അഞ്ജലി കോടതി
കോളേജിലേക്ക് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അർജുനും അവിടെ എത്താറുണ്ട്. സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹരി. കേൾക്കുന്ന രാഘവന്റെ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കാട്ടോ. ആദ്യമായിട്ട് കാർത്തിക് പത്മ കേസിന്റെ സമയത്ത് ഇതുപോലെ അഞ്ജലി കോടതിയിൽ വരാന്നില്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് അർജുനും അവിടെ വന്നിരുന്നു. അർജുനോട് എന്തിനാ അവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ തന്നെ ആർക്കൊക്കെയോ ജാമ്യം നിൽക്കാൻ വേണ്ടി വന്നതാണ് അന്നും അർജുൻ പറഞ്ഞത്. അത് ആലോചിക്കുന്ന രാഘവനോട് ഹരി എടുത്ത് പറയേണ്ടത് താൻ പറഞ്ഞ ശരിയാണ്. എപ്പോഴും അഞ്ജലിയുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ഇവനും എത്താറുണ്ട്, അർജുനും എത്താറുണ്ട്. നോക്കട്ടെ കാര്യങ്ങൾ എവിടെ വരെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ടി പുറത്തേക്ക് ഇറങ്ങാട്ടോ. ശേഷം അവിടുത്തെ ക്യാൻറ്റീനിൽ നമ്മുടെ രാഘവനുണ്ടി കുറച്ച് ജൂനിയർ വക്കീൽ എല്ലാവരും കൂടി ചേർന്ന് ജാസ്മിൻ ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കാട്ടോ. ജാസ്മിൻ വേറൊരു സ്ഥലത്തൊരു മൂലക്ക് മാറിയിരിക്കുകയാണ്. അവർ സംസാരിക്കുന്നുണ്ട്, രാഘവനുണ്ടിയുടെ കൂടെ നിന്നിട്ടെ വലിയ ആള് കളിക്കാൻ വേണ്ടി നോക്കിയതാണ്, ഇപ്പൊ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. ജാസ്മിൻ ഒന്നും മിണ്ടാതെ അവിടെ ഒരു മൂലക്ക് മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക് അഞ്ജലി വരുന്നത് കേട്ടോ. അഞ്ജലി 2 ഗ്ലാസ് ചായയായിട്ട് വരുവാണ്. എന്നിട്ട് ആ ജൂനിയർ വക്കീലത്ത് പറയുന്നുണ്ട്, നിങ്ങളത്തെ ആരാ പറഞ്ഞത് ജാസ്മിനെ കളിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാനായിട്ട്? ഹരി വക്കീലായിരിക്കും അല്ലെ, പോവാൻ നോക്ക് നിങ്ങൾ എന്ന് പറയുമ്പോൾ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ജാസ്മിന ഒരു ചായ കൊടുക്കാണ് അഞ്ജലി. ജാസ്മിൻ താൻ ഈ ചായ കുടിക്കേ. വേണ്ട അഞ്ജലി, കുടിക്കടോ, ഞാൻ എടുത്തോണ്ട് വന്നു പോയില്ലേ, കുടിക്കേ എന്ന് പറയണം. അങ്ങനെ ജാസ്മിൻ ആ ചായ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, രാഘവനുണ്ടി സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒന്നില്ലെങ്കിൽ എന്നെ രാഘവനുണ്ടി സാറിന്റെ അടുത്തുനിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നതായിരിക്കും. അതെന്തിനാ തന്നെ പുറത്താക്കുന്നത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, ഫീസൊന്നും കൊടുക്കാതെ ഒരു ജൂനിയർ വക്കീൽ ഇപ്പൊ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഓഹോ, അത് കൊള്ളാം. ജാസ്മിൻ എന്നെയാണ് ഉദ്ദേശിച്ചത് മനസ്സിലായി. പക്ഷെ ഒരിക്കലും ഞാൻ രാഘവനുണ്ടിയുടെ ജൂനിയർ വക്കീലായിട്ട് പോവില്ല. ഞാനേ നമ്മുടെ കച്ചേരിപ്പടി ജംഗ്ഷനിൽ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു ഓഫീസ് ആക്കാൻ വേണ്ടി പോവാണ്. താൻ വേണമെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ. അതെ, രാഘവനുണ്ടി പോലെ പട്ടിപ്പണിയൊന്നും ഞാൻ എടുപ്പിക്കില്ല കേട്ടോ. മാന്യമായിട്ടുള്ള കൂലി, എന്റെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, അത് മാത്രം എന്നൊക്കെ പറയുമ്പോൾ ജാസ്മിൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം തോന്നുകയാണ് അഞ്ജലിയുടെ കൂടെ കൂടാനായിട്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അർജുൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അർജുൻ സന്തോഷത്തോടെ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട്, എടോ ജാസ്മിന്, ഇത് തനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. അഞ്ജലിയുടെ കൂടെ നിന്നാലുണ്ടല്ലോ തന്റെ കരിയർ തന്നെ രക്ഷപ്പെടും. നിങ്ങളുടെ വേണമെങ്കിൽ ഒരു ഗുമസ്തനായിട്ട് ഞാനും നിൽക്കാം എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയേണ്ട, വേണ്ട, എനിക്ക് അങ്ങനെ രാഘവനുണ്ടിയുടെ മകന്റെ ഒരു സഹായവും വേണ്ട എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോവാണ്. ജാസ്മിന് തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. അർജുൻ ആകെ വിഷമിച്ച് ഒരു മാതിരി ആകെ ഒരു ചമ്മിപ്പോയ പോലെ അവിടെ തന്നെ നിൽക്കുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബീനെയാണ്. അബിക്കൊരു കോള് വരുവാണ്. അബി ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. ഷാഫി എന്ന് പറഞ്ഞ ഒരാളായിട്ട് വിളിക്കുന്നത്. അബി ഫോൺ എടുത്തിട്ട്, ഹലോ ഷാഫി, പറ ഷാഫി, ഞാനിപ്പോ എത്തിയുള്ളൂ. ഹലോ, കേൾക്കുന്നില്ലേ? ഓ, കേൾക്കുന്നില്ലേ? ഹലോ, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ, പുറത്തു പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ എടുത്തിട്ട് അബി നേരെ പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് പോവാണ്. ഹലോ ഷാഫി, കേൾക്കുന്നുണ്ടോ ഇപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ആ സമയത്താണ് അവിടേക്ക് അഞ്ജലി വരുന്നത് കേട്ടോ. അഞ്ജലി ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അബി അത് കാണുന്നുണ്ട്. അബി നോക്കുമ്പോഴേക്കും അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഷോക്കായിട്ട് നിൽക്കുന്ന അബീനെ അഞ്ജലിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.